നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരും ആയവർ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചുമപ്പാൻ പലരും തുന്നിയിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലതും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സഖരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിലൊരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. അവർ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ യാഗപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സഖരിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു. ഭയപരവശനായി ദൂതൻ അവനോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നത് തെയോഫിലോസിനാണ്. ഈ സുവിശേഷം ആരംഭിക്കുന്നത് ശ്രീമാനായ തെയോഫിലോസെ എന്ന് വിളിച്ചുകൊണ്ടാണ്. റോമാ ഭരണത്തിൻ്റെ കീഴിലുള്ള വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു തെയോഫിലോസ് എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ശ്രീമാൻ എന്ന് ബഹുമാനത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്നാൽ ഇതേ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നതും ഈ തെയോഫിലോസിനാണെങ്കിലും ശ്രീമാൻ എന്നൊരു പ്രയോഗം അവിടെയില്ല. ഇതിനോടകം ഈ തെയോഫിലോസ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ച് നാമമാത്രമായ അറിവ് മാത്രമുണ്ടായിരുന്ന തെയോഫിലോസ് യേശുവിൻ്റെ ചരിത്രം പൂർണ്ണമായിട്ട് അറിയാൻ താല്പര്യപ്പെട്ടു. അത് ലൂക്കോസിനെ അറിയിച്ചു. ലൂക്കോസ് ആ കാര്യത്തെക്കുറിച്ച് ദൃക്സാക്ഷികളുടെ മൊഴികളൊക്കെ എടുത്തതിന് ശേഷം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം ക്രമമായി പഠിച്ചിട്ട് ആണ് ഈ സുവിശേഷം എഴുതുവാൻ ഇടയായത്. ഇതിൽ യേശുവിനെ വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനത്തെക്കുറിച്ചാണ് ആദ്യ അധ്യായത്തിൽ ഉള്ളത്. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. ഈ ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗം തികച്ചും ചരിത്ര നിബദ്ധമാണ്. ചരിത്രത്തോട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, അല്ലാതെ ഒരു കെട്ടുകഥയല്ല. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാര്യവും പീലാത്തോസിൻ്റെ കാര്യവും ഒക്കെ ലോക ചരിത്രത്തിൽ ഉള്ള കാര്യമാണ്. അപ്പോൾ ഹെരോദാവിൻ്റെ കാലത്ത് നടന്ന സംഭവമായിരുന്നു ഈ യോഹന്നാൻ സ്നാപകന്റെ ജനനം. അബിയാക്കൂറിൽ സഖരിയാവ് എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു.
അതായത് യെരുശലേം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കാനുള്ള ദേവാലയം, അതിൻ്റെ പ്രാകാരം അല്ലെങ്കിൽ മുറ്റം, അവിടെ 2 ഉപകരണങ്ങളാണ്. ആദ്യത്തേത് യാഗപീഠവും, രണ്ടാമത്തേത് പിച്ചളത്തൊട്ടിയും. പിന്നീട് വിശുദ്ധ സ്ഥലമാണ്, അവിടെ 3 ഉപകരണങ്ങളാണ്. ഒന്ന് ധൂപപീഠം, മറ്റേത് കാഴ്ചയപ്പത്തിൻ്റെ മേശ, മറ്റൊന്ന് 7 നിലയുള്ള ഒരു നിലവിളക്ക്. ഇനി 3-ാമത്തേത് അതിപരിശുദ്ധ സ്ഥലം, അവിടെ ദൈവത്തിൻ്റെ പെട്ടകം, അതിൻ്റെ മീതെ കൃപാസനം, അതിൻ്റെ മീതെയാണ് ദൈവം വസിക്കുന്നത്. മഹാപുരോഹിതന് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ പുരോഹിതന്മാർക്ക് ഈ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാം. അതിന് 24 കൂറുകളുണ്ട്. അപ്പോൾ ഒരു പുരോഹിതന് 15 ദിവസത്തെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പുരോഹിതന്മാർ താമസിക്കുന്നത് അവരുടെ പുരോഹിത പട്ടണത്തിലാണ്. അവർക്ക് അവിടെ നിന്ന് ശുശ്രൂഷയ്ക്കായിട്ട് വരാം. 15 ദിവസം ആണ് അവർക്കൊരു വർഷത്തിൽ ശുശ്രൂഷയുള്ളത്. 24 കൂറുകളാണ് ഉള്ളത്. ഒരിക്കൽ ഈ സെഖര്യാവിന് നറുക്ക് വന്നു ദേവാലയത്തിൽ ധൂപം കാട്ടാൻ. അതൊരു വലിയ ഭാഗ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് എന്നാണ് പേര്. അവർ 2 പേരും വളരെ ഭക്തിയുള്ള ആളുകളായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും കൂറിൻ്റെ ക്രമപ്രകാരം അദ്ദേഹം ധൂപം കാണിക്കുന്ന സമയത്ത് ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് നീ യോഹന്നാൻ എന്ന് പേരിടണം. അവൻ വലിയവനാകും. അവൻ്റെ പിന്നാലെ വരുന്ന കർത്താവിൻ്റെ അല്ലെങ്കിൽ മെശിഹായുടെ വഴി ഒരുക്കാൻ ഇടയായി തീരും. ഇതൊക്കെയാണ് ഈ സെഖര്യാവിനോട് ദൈവദൂതൻ പറയുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ജനനത്തിന് മുൻപേ പേര് പ്രസ്താവിക്കപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ട്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കാര്യം അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നിനക്ക് ഒരു മകനുണ്ടാവും, അവന് ഇസഹാക്ക് എന്ന് പേരിടണം എന്ന്. അതുപോലെ ദാവീദിനോട് ദൈവം പറയുന്നുണ്ട്, നിനക്കൊരു മകനുണ്ടാകും, അവന് നീ ശലോമോൻ എന്ന് പേരിടണം എന്ന്. അതുപോലെ സെഖര്യാവിനോട് പറയുകയാണ്, നിന്റെ മകൻ യോഹന്നാൻ എന്ന് പേരിടണം. യോസേഫിനോടും മറിയാമിനോടും പറയുന്നത് യേശു എന്ന് വേണം പേരിടാനായിട്ട്. അപ്പോൾ യോഹന്നാന് ജനനത്തിനു മുമ്പേ പേര് പ്രസ്താവിക്കപ്പെട്ട, പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആളായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെഖര്യാവും എലിസബത്തും അതീവ ഭക്തരായിരുന്നെങ്കിലും വാർദ്ധക്യം വരെ അവർക്ക് മക്കളുണ്ടായില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അബ്രഹാമിന് കുഞ്ഞുണ്ടായത് വാർദ്ധക്യത്തിലാണ് ഇസഹാക്ക് ഉണ്ടായത്. ഇസഹാക്ക് വിവാഹം കഴിച്ച് 20 വർഷം കഴിഞ്ഞാണ് ഏശാവും യാക്കോബും ഉണ്ടാകുന്നത്. വേദപുസ്തകത്തിൽ പലർക്കും അങ്ങനെയാണ്. ആയതോമാട് പുസ്തകത്തിലെ മനോഹയ്ക്കും ഭാര്യയ്ക്കും ശിംശോൻ ഉണ്ടായത് വളരെ വർഷം കഴിഞ്ഞാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. വളരെ ഭക്തരാണെങ്കിലും അവർക്ക് കൃത്യസമയത്ത് സന്താന സമൃദ്ധി ഉണ്ടാകുക എന്നൊന്നും നിർബന്ധമില്ല. ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായില്ലെന്ന് വരാം, ചിലപ്പോൾ വളരെ വൈകി കുട്ടികൾ ഉണ്ടായെന്ന് വരാം, ചിലപ്പോൾ ഉണ്ടായ കുട്ടികളൊക്കെ പെൺകുട്ടികളായെന്ന് വരാം. അതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ഇവിടെ വളരെ വയസ്സ് എന്നവരായ ഈ ദമ്പതികളോട്, അല്ലെങ്കിൽ ആ ദമ്പതികളിൽ സെഖര്യാവിനോട് ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുവാനായിട്ട് കാരണമായി തീരും. അതിൻ്റെ 13-ാം വാക്യം പറയുന്നത്, ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രിയപ്പെട്ടവരെ, സെഖര്യാവ് വളരെ വൃദ്ധനായിരുന്നെങ്കിലും, അല്ലെങ്കിൽ എലിസബത്തും സെഖര്യാവും വളരെ വൃദ്ധരായിരുന്നെങ്കിലും അവരുടെ പ്രാർത്ഥന, ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം ഉണ്ടായില്ല. അതായത് മുട്ടുവീൻ തുറക്കപ്പെടും
യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ യേശു പറഞ്ഞല്ലോ. അതിൽ മുട്ടുവീൻ എന്ന് പറഞ്ഞാൽ മുട്ടിക്കൊണ്ടേ ഇരിപ്പീൻ എന്നാണ്. യാചിപ്പീൻ എന്ന് പറഞ്ഞാൽ യാചിച്ചുകൊണ്ടേ ഇരിപ്പീൻ എന്നാണ്. നമ്മൾ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു. ഈ കാലത്തൊക്കെ എല്ലാം ഇൻസ്റ്റൻറ്റേനിയസ് ആണ്, കമ്പ്യൂട്ടർ യുഗമല്ലേ, എല്ലാം വിരൽത്തുമ്പിലാണ് ചോദ്യോത്തരമെല്ലാം. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. എല്ലാം ദൈവത്തിൻ്റെ സമയത്താണ്. ദൈവത്തിനൊരു സമയമുണ്ട്, ഒരു നാഴികയുണ്ട്. ഇവരുടെ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നു, അവരുടെ കരച്ചിൽ ദൈവം കണ്ടിരുന്നു. അതിന് ഉത്തരം നൽകാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിരുന്നു. അത് അവർ രണ്ടുപേരും അവരുടെ പ്രായമെല്ലാം കഴിഞ്ഞ് അവർ വാർദ്ധക്യത്തിലെത്തിയ സമയത്തായിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന ശിശുവിൻ്റെ പേര് പോലും ദൈവം പറയുകയാണ്. അവൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണ്. അവൻ കർത്താവിന് വഴിയൊരുക്കും, അവൻ വലിയവനാകും. അവൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ, ഏലിയാവ് എങ്ങനെ ശുശ്രൂഷ ചെയ്തോ അതുപോലെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിത്തീരും. അവൻ വീഞ്ഞും മദ്യം ഒന്നും കുടിക്കുകയില്ല, വലിയ ഭക്തനായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പെട്ടെന്ന് ഉത്തരം തരാത്ത, അല്ലെങ്കിൽ ഉത്തരം വൈകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം അനുഗ്രഹം തരാനായിരിക്കാം. നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അനുഗ്രഹം തരാനായിരിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ ജാഗരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.